ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണ്ടേ. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസാണ് അധികവും ഇടാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഇന്ന് മുതൽ നനച്ചുള്ളിൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇടുകയാണ്. അപ്പം നമ്മളിതാ പയറ് ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട്. പയറുപ്പേരി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചോറും റെഡിയാക്കിട്ടോ. രാവിലെ ചായൻ്റെ കടി പുട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ രാവിലെ ചായ കുടിച്ച് മദ്രസ പോയി മിഥുൻ ജിതൊക്കെ ഇസുപ്പ് എണീറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു പനിയുണ്ട്. അപ്പം ഇന്ന് ചിലപ്പോൾ സ്കൂൾക്ക് വിടാൻ കഴിയില്ല. അപ്പം ഞാൻ നനച്ചുകൂടി നടത്തുന്ന സമയത്ത് രാവിലെ തന്നെ ചോറ് കറി അങ്ങനത്തെ പരിപാടികളൊക്കെ ആക്കി വെക്കും. ആദ്യം അലക്കൽ, ഇപ്പോൾ ഞാൻ അലക്കലും കഴിഞ്ഞു കണ്ടോ. അല്ലെങ്കിൽ നമുക്കത് മൊത്തം ഒരുമിച്ച് ഓരോ റൂം വെച്ചിട്ടാണ് ഞാൻ എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു റൂം എടുക്കുകയാണ്. പിന്നെ അടുക്കള, അങ്ങനെ ഓരോ ദിവസം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അധികം ഭാരം വരില്ല. മറ്റേ നമുക്ക് ഭയങ്കര ക്ഷീണം വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ദിവസങ്ങളിൽ എടുക്കുക. കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നമ്മൾ സാവധാനം എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചോദിച്ചാൽ ഈ അടുക്കളയിലെ ഈ ഭാഗങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ട് ഞാൻ റൂമിലേക്ക് അങ്ങോട്ട് പോകും. പിന്നെ ഇവിടെ മീൻ ഇവിടെ വാങ്ങി വെച്ചാണ്. അപ്പോൾ അതൊന്ന് കറി വെക്കണം. അതും കൂടെ കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ റൂമിൽ പോകട്ടോ. റൂമിൽ പോയിട്ട് പിന്നെ അവിടുത്തെ വീഡിയോസിന് ബാക്കി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓളെന്ന വട്ടം കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചിട്ട് ഞാൻ ഒരു ബോക്സിലാക്കിയൊക്കെ ഇതിൽ നിന്ന് ഇത്തിരി എടുക്കുക കേട്ടോ. മീൻ പൊരിക്കാനൊക്കെ ആയാലും അപ്പോൾ വേഗം പണി കഴിയുകയും ചെയ്യും. ഇനിയിപ്പോൾ തക്കാളി ഇത് അരിഞ്ഞിട്ട് വേഗം ഞാൻ അങ്ങനെ അല്ല കറിക്ക് വാട്ടുന്ന സമയത്ത് ചട്ടി അടുപ്പത്ത് വെച്ച് വാടിക്കൊണ്ട് നിൽക്കുന്ന സമയമൊക്കെ ഞാൻ അകത്ത് അടിച്ച് വാരി റൂം അടിച്ച് വാരി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണികൾ എടുക്കും കേട്ടോ. ടൈം വേസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ എടുക്കും. അപ്പോൾ നമുക്ക് വേഗം പണി തന്നെ തീരും. നമ്മൾ ഒരു ചോറ് ഇട്ട് കഴിഞ്ഞാൽ ആ ചോറ് വേവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത്രയും ടൈം നമ്മളത് പോവാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ഇപ്പുറത്തുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്താൽ നമ്മൾ പെട്ടെന്ന് തീർക്കാനേ ഉള്ളൂ. ഇത് ഇസുവിന് സോയാബീനാണ് അവന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ പൊരിച്ച് കൊടുക്കാനുള്ള കേട്ടോ. കഴിച്ച് ഞാൻ മീൻ കറി ആക്കുകയാണ്. കുറച്ച് മീൻ പൊരിക്കാനും എടുത്ത് വെച്ചാൽ ഒന്ന് ഈ അടുപ്പത്തിട്ട് പൊരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ മീൻകറി ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഞാനിവിടെ ജനലും കർട്ടൻ എടുത്ത് ഈ അലമാരൊക്കെ ഒന്ന് കുറച്ചും കൂടെ നീക്കിയാണ്. ഇനി കട്ടിലും കൂടെ ഒന്ന് നീക്കി ചെയ്യും. അപ്പോൾ ഗൈസ്, നമ്മൾ അലമാരൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടും അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ അയക്കുണ്ട്, അതൊക്കെ ഒന്ന് തട്ടി ആ റേക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് നന്നാക്കണം. അങ്ങനത്തെ ചെറിയ പണികളുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കൊക്കെ തട്ടി സൈഡും ഫ്രണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ പുറത്ത് പോയിട്ട് സ്റ്റൂള് വെച്ച് കയറി ജനലിൻ്റെ ചില്ലും കാര്യങ്ങളൊക്കെ തുടക്കട്ടോ. അപ്പോൾ ഉള്ളിൽ നിന്ന് അവിടെ സ്റ്റൂള് വെച്ചാൽ എനിക്ക് മുകൾക്കൊന്നും എത്തൂല. അപ്പോൾ ഞാൻ നല്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കൈയിട്ടിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഫോണും കൂടെ കയ്യിലുണ്ടായിട്ടോ. ഫോൺ എടുത്ത് വെച്ചിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങനെ തുടച്ചെടുക്കും. പിന്നെ മുകളിലെത്താത്തതിൻ്റെ പ്രശ്നമല്ലല്ലോ. അങ്ങനെ തന്നെ ആ സൈഡും തുടക്കട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ കട്ടിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ തുടക്കാം കേട്ടോ. മാറാലെ തട്ടി കൊടുത്താൽ മതി, പക്ഷെ ഇവിടെ ചൂലിനോണ്ട് തട്ടാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ കിടന്നിങ്ങനെ ഒന്ന് മെല്ലെ ഒന്ന് തട്ടിയെടുക്കട്ടെ കേട്ടോ. പിന്നെ ഞങ്ങളെ റൂം നന്നാക്കിയപ്പോൾ ഞാൻ കട്ടിൽ പിടിച്ച് ഒന്ന് പൊക്കി അതിൻ്റെ അടിയത്തെ മാറാലൊക്കെ തട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഊരവേദന വന്ന്.
അതുകൊണ്ട് ഞാൻ ഇനി റിസ്ക് എടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇനി ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കട്ടെ ഗൈസ്. അവിടെ ഈ ഭാഗത്തുള്ള ജനലും ആ ഭാഗത്തുള്ള ജനലും ഈ കട്ടിലൊക്കെ തുടച്ച് നന്നാക്കിട്ടോ. ഈ ഒരു അലമാരയും തുടച്ച് നന്നാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അലമാരയും ആ റാക്കിൻ്റെ മുകളിലും കൂടെ നന്നാക്കാണ്ട്, പിന്നെ ഫാന് തട്ടി നന്നാക്കി 2 ഫാനും കേട്ടോ. ഈ ഒരു സെക്ഷനും ഇവിടെ എത്ര ഭാഗം കൂടെ നന്നാക്കാണ്ട്, അവിടെ കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടോ. ആ ഭാഗമൊക്കെ ആ സൈഡൊക്കെ ഞാൻ തുടച്ചിട്ട്, കാരണം ഞാൻ അങ്ങോട്ട് ആ കട്ടിലങ്ങോട്ട് അടച്ചിട്ടാൽ പിന്നെ നീക്കിയിട്ടാൽ പിന്നെ അവിടെ പിന്നെ തുടക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ആ ഭാഗമൊക്കെ തുടച്ചിട്ട് ഈ 2 സെക്ഷനും കൂടെ നന്നാക്കട്ടെ. ഗൈസ് ഇവിടെ നിൽക്കാൻ കഴിയില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിയില്ല. അപ്പോൾ കേസ് ഇങ്ങനെ റാക്കിൻ്റെ മുകളൊക്കെ അടിച്ച് വാരി ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് ലെവലാക്കി വെക്കണം. അപ്പോൾ ഗൈസ് ഈ റൂം ഫുള്ള് തുടച്ച് തട്ടിയൊക്കെ നന്നാക്കി. ഇനി പുറത്തുനിന്ന് ആ ജനലും കൂടെ തുടച്ചാൽ മതി കേട്ടോ. ഇനി ഐറ്റംസൊക്കെ നമ്മൾ ഉണങ്ങിയിട്ട് ഇവിടെ തുടച്ചിട്ടതാണ്. അപ്പോൾ ഉണങ്ങിയിട്ട് എടുത്ത് വെക്കുള്ളൂ. മുകളിൽ റാക്കിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെക്കാനുള്ള അത് പിന്നെ എടുത്ത് വെക്കും. പിന്നെ ആ ബെഡ്ഷീറ്റ് തിരുമ്പാനും എടുക്കണം. അപ്പം ഇന്നത്തെ ക്ലീനിങ് ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഞാൻ സാധാ പോലെ ഡൈനിങ് ഹാളും അടുക്കളയും ഒക്കെ അടിച്ചു വാരി തുടക്കാൻ പോവാണ്, പിന്നെ വൃത്തിയാക്കിയിട്ടാണ്. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. ഞാനൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ച് അലമാരയൊക്കെ തുടച്ചിട്ടോ. ഇതൊക്കെ പിന്നെ മക്കൾ നിസ്കരിക്കണ നിസ്കാരപ്പായൊക്കെയാണ്, പിന്നെ അവിടെ വെക്കണം. കർട്ടന് പിന്നെ ഉണങ്ങിയിട്ട് വേണം ഇനി ഇവിടെ തൂക്കാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.